നമസ്കാരം. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ICC ടൂർണമെന്റിൽ അടുത്ത വെല്ലുവിളി 2026 നടക്കാനിരിക്കുന്ന T20 ലോകകപ്പാണ്. സ്വന്തം നാട്ടിൽ നടക്കാനിരിക്കുന്ന ടൂർണമെന്റിൽ നിലവിലെ ചാമ്പ്യന്മാരെന്ന തലയെടുപ്പുമായാണ് ടീം ഇറങ്ങുക. കഴിഞ്ഞ വർഷത്തെ അവസാന എഡിഷനിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തിയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ തങ്ങൾക്ക് രണ്ടാം T20 ലോകകപ്പിൽ മുത്തമിട്ടത്. രോഹിത്തും മറ്റൊരു ഇതിഹാസ താരമായ വിരാട് കോഹ്ലിയും T20യിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞതിനാൽ പുതിയ ലുക്കിലുള്ള ഒരു ടീമിനെയാണ് T20 ലോകകപ്പിൽ ഇന്ത്യ പരീക്ഷിക്കുക. സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ടൂർണമെന്റിൽ ഇന്ത്യയെ നയിക്കുക എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഏറ്റവും ശക്തമായ ടീമിനെ അടുത്ത T20 ലോകകപ്പിൽ ഇന്ത്യ പരീക്ഷിക്കുകയാണെങ്കിൽ ആരൊക്കെയാകും അതിൽ ഇടം പിടിക്കുക എന്ന് നോക്കാം. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടോപ്പ് 3യിലേക്ക് വന്നാൽ അവിടെ യുവ ബാറ്റിംഗ് സെൻസേഷനുകളായ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും കാണില്ലെന്നതാണ് കൗതുകകരമായ കാര്യം. സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ ഫോർമാറ്റിൽ നേരത്തെ തന്നെ ഏറെ വിമർശനങ്ങൾ നേരിടുന്നയാളാണ് ഗില്ല്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി ഈ ഫോർമാറ്റിന് അത്ര അനുയോജ്യമല്ലെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. T20യിലും ടെസ്റ്റിലും ഒരേപോലെ അഗ്രസീവായി കളിക്കുന്ന ബാറ്ററാണ് ജയ്സ്വാൾ എങ്കിലും ഈ IPLൽ അദ്ദേഹം അത്ര മികച്ച ഫോമിലല്ല. ഈ ടൂർണമെന്റിൽ ഇതേ രീതിയിലുള്ള പ്രകടനം തുടർന്നാൽ അടുത്ത T20 ലോകകപ്പിൽ ജയ്സ്വാളിനെ ഇന്ത്യക്ക് ആവശ്യമില്ല. പകരം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണെയും ഇടം കയ്യൻ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യയുടെ ബെസ്റ്റ് ഓപ്പണിംഗ് ജോഡികൾ. അവസാനമായി കളിച്ച 3 T20 പരമ്പരകളിലും ഇവരായിരുന്നു ഈ റോള് നിർവഹിച്ചത്. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ ഈ പരീക്ഷണം വലിയ വിജയമാവുകയും ചെയ്തിരുന്നു. വിക്കറ്റ് കീപ്പിങ്ങിനൊപ്പം ഓപ്പണിംഗ് കൂടി നൽകുന്നതിനാൽ ഇന്ത്യക്ക് ഒരു ബാറ്ററെ കൂടി 11ൽ അധികമായി ഉൾപ്പെടുത്താൻ സാധിക്കും. അഭിഷേക് ആവട്ടെ ഓൾറൗണ്ടർ കൂടിയായതിനാൽ പാർട്ട് ബൗളറായി അദ്ദേഹം ടീമിന് മുതൽക്കൂട്ടാവുകയും ചെയ്യും. പക്ഷേ ഗില്ലും ജയ്സ്വാളും ഈ തരത്തിൽ ഇരട്ട റോളുകൾ നിർവഹിക്കാൻ കഴിയുന്നവരല്ല. അതിനാൽ സഞ്ജുവും അഭിഷേകും തന്നെയാണ് ഓപ്പണിംഗിൽ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. ഇവർക്ക് ശേഷം 3-ാം നമ്പറിൽ കളിക്കേണ്ടത് ശ്രേയസ് അയ്യരാണ്. സ്ട്രൈക്ക് റേറ്റ് മോശമായത് കാരണം ഇന്ത്യൻ T20 ടീമിൽ സ്ഥാനം നഷ്ടമായ താരമാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ ശ്രേയസ് അവിശ്വസനീയമായ ഫോമിലും സ്ട്രൈക്ക് റേറ്റിലുമാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ ഷോർട്ട് ബോൾ വീക്ക്നെസ് അദ്ദേഹം പരിഹരിക്കുകയും ചെയ്തു. ഇനി ശ്രേയസിനെ ഇന്ത്യക്ക് മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന്റെ മധ്യനിരയിലേക്ക് വന്നാൽ 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളിക്കും. ഇതിൽ താഴെ പൊസിഷനിൽ അദ്ദേഹത്തെ ഇറക്കുക എന്നത് മണ്ടത്തരമായിരിക്കും. 3-ാമനായി ശ്രേയസ് അയ്യർ ഉള്ളതിനാൽ 4-ാം നമ്പറിൽ സ്കൈ തന്നെ കളിക്കണം. സൂര്യയ്ക്ക് ശേഷം 5-ാം നമ്പറിൽ വേണ്ടത് യുവതാരം തിലക് വർമ്മയാണ്. വെടിക്കെട്ട് ബാറ്ററായ അദ്ദേഹത്തെ ബാറ്റിംഗിൽ മാത്രമല്ല പാർട്ട് ടൈം ബൗളറായും ടീമിന് ഉപയോഗിക്കാം. തിലക് കഴിഞ്ഞാൽ 6-ാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ്. ഫിനിഷിംഗിൽ തട്ടുപൊളിപ്പിൻ ഇന്നിംഗ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഹാർദിക്കിന് ശേഷം 7-8 സ്ഥാനങ്ങളിൽ മറ്റു 2 ഓൾറൗണ്ടർമാരായ ശിവം ദുബെയും അക്ഷർ പട്ടേലും കളിക്കും. ടൂർണമെന്റ് ഇന്ത്യയിലായതിനാൽ തന്നെ സ്പിന്നർമാർക്കെതിരെ ടീമിന്റെ തുറുപ്പ് ചീട്ടായി മാറാൻ ദുബൈക്കാകും. അക്ഷറിനെ കൂടാതെ കുൽദീപ് യാദവ് ആയിരിക്കും ടീമിലെ മറ്റൊരു സ്പിന്നർ. പേസ് ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗുമാണ്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവർ അടങ്ങുന്നതാണ് T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ബെസ്റ്റ് ടീം.